ഹായ്, PSC ക്യാപ്സ്യൂൾ ലേണിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സാണ്. കറണ്ട് അഫയേഴ്സിന് 20 മാർക്കുണ്ട്. നമ്മൾ കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നീതി ആയോഗിൻ്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് വെൽബീയിങ് ഇൻഡെക്സിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര? നീതി ആയോഗിൻ്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് വെൽബീയിങ് ഇൻഡെക്സിൽ കേരളത്തിൻ്റെ സ്ഥാനം 4ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. അത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 4ാം സ്ഥാനം. സർവമത സഹോദര്യത്തിനും സമഭാവനയ്ക്കുമുള്ള സർഗാത്മക പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. ഹരിവരാസന പുരസ്കാരം 2026 ലഭിച്ചത് ആർക്കാണ്? ഹരിവരാസന പുരസ്കാരം 2026 ലഭിച്ചത് തിരുവിഴ ജയശങ്കറിനാണ്. അപ്പോൾ 2025 ആർക്കാണ് ലഭിച്ചത്? കൈതപ്രത്തിനാണ് ലഭിച്ചിരുന്നത്. ഭൗമസൂചക പദവിയിൽ ഇടം പിടിച്ച ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം ഏത്? 3ാമത്തെ ചോദ്യം. ഭൗമസൂചക പദവിയിൽ ഇടം പിടിച്ച ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നത്തിൻ്റെ പേരാണ് കണ്ണാടിപ്പായ. കണ്ണാടിപ്പായയാണ് ഭൗമസൂചക പദവിയിൽ ഇടം പിടിച്ച ആദ്യ ആദിവാസി കരകൗശലം. 4ാമത്തെ ചോദ്യം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡർ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡർ ആര്? ദീപിക പദുക്കോണാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡർ. കേരളത്തിൽ വ്യാവസായിക സ്മാർട്ട് സിറ്റി ആരംഭിക്കുന്ന ജില്ല. കേരളത്തിൽ വ്യാവസായിക സ്മാർട്ട് സിറ്റി ആരംഭിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട്. പാലക്കാടാണ് കേരളത്തിൽ വ്യാവസായിക സ്മാർട്ട് സിറ്റി ആരംഭിക്കുന്ന ജില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് വാധ്വൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം. വാധ്വൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് വരുന്നത്. വാധ്വൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അടുത്തത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച പ്രഥമ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ വേദി. കേന്ദ്ര ജലശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച പ്രഥമ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ വേദി ഭോപ്പാൽ. ഭോപ്പാലാണ് കേന്ദ്ര ജലശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച പ്രഥമ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ വേദി. 2025 ലോകസുന്ദരി പട്ടം ലഭിച്ചത് ആർക്കാണ്? 2025 ലോകസുന്ദരി പട്ടം ലഭിച്ചത് ആർക്കാണ്? തായ്ലാൻഡുകാരിയായിട്ടുള്ള ഒപാൽ സുജാത ചുങ്സ്രിക്കാണ് ലോകസുന്ദരി പട്ടം ലഭിച്ചത്. 2025 ലോകസുന്ദരി പട്ടം ലഭിച്ചത് തായ്ലാൻഡുകാരിയായിട്ടുള്ള ഒപാൽ സുജാത ചുങ്സ്രിക്കാണ്. അടുത്തത്. ലോകത്തിൽ ആദ്യമായി AI റോബോട്ട് ഫുട്ബോൾ മാച്ച് നടന്നത് എവിടെയാണ്? ലോകത്തിൽ ആദ്യമായി AI റോബോട്ട് ഫുട്ബോൾ മാച്ച് നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ ചൈനയാണ്. ലോകത്തിൽ ആദ്യമായി AI റോബോട്ട് ഫുട്ബോൾ മാച്ച് നടന്നത് ചൈനയിൽ വെച്ചിട്ടാണ്. ഇനി 10ാമത്തെ ചോദ്യം. പേവിഷ വിമുക്തം എന്ന അഭിമാന നേട്ടം കൈവരിച്ച ഇന്ത്യൻ സംസ്ഥാനം. പേവിഷ വിമുക്തം എന്ന അഭിമാന നേട്ടം കൈവരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഗോവയാണ് പേവിഷ വിമുക്തം എന്ന അഭിമാന നേട്ടം കൈവരിച്ച ഇന്ത്യൻ സംസ്ഥാനം.